എന്താ എനിക്ക് മനസ്സിലായില്ലേ? അയ്യോ, ഇതെനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഒരു കാര്യം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അറിയാം. ഇടതുപക്ഷം ഭരിച്ച കാലത്ത് പെൻഷൻ മുടങ്ങിയിട്ടില്ല. ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലത്തൊക്കെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ 1980 സഖാവ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരുകൾ 87 നായനാർ ഗവൺമെൻറ് ഉണ്ട്, 96 ഗവൺമെൻറ് ഉണ്ട്, 2006 VS നയിച്ച ഗവൺമെൻറ് ഉണ്ട്, 16 21 പിണറായി നയിച്ച, അങ്ങനെ 5 ഇടതുപക്ഷ ഗവൺമെൻറ്റും 4 UDF ഗവൺമെൻറ്റുമാണ്. 82 ശ്രീ കെ കരുണാകരൻ, അതുപോലെ 91 ശ്രീ കെ കരുണാകരൻ ആൻ്റണി, 2001 ഇതേപോലെ തന്നെ ശ്രീ ആൻ്റണി ഉമ്മൻചാണ്ടി, 2011 ഉമ്മൻചാണ്ടി. ഈ 5 LDF ലെഫ്റ്റ് ഗവൺമെൻറ്റും 4 UDF ഗവൺമെൻറ്റും കുടിശ്ശികയില്ലാതെ പോയത് ഈ 5 ഗവൺമെൻറ് കാലത്താണ്. വർദ്ധിപ്പിച്ചത് ഈ 5 ഗവൺമെൻറ് കാലത്താണ്. പെൻഷൻ വാങ്ങുന്നവരെ ആക്ഷേപിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ പെൻഷൻ വാങ്ങുന്നവരെ എന്തുകൊണ്ട് UDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നു? കാരണം അവരുടെ പോളിസിയിൽ അതില്ല. അപ്പോൾ LDF ഭരണം ഇല്ലാതായാൽ പെൻഷൻ മുടങ്ങുമെന്ന് ജനങ്ങൾക്കറിയാം. LDF ഭരണം ഇല്ലാതായാൽ പെൻഷൻ തുക വർദ്ധിക്കില്ല എന്ന് ജനങ്ങൾക്കറിയാം. പഴയ അനുഭവമുണ്ട്. ആ അനുഭവമൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ പൊതുവെ ഈ ഗവൺമെൻറ് തുടരണം എന്ന് ആഗ്രഹിക്കുക. രാഷ്ട്രീയമായി തന്നെ അതിനൊരു പുരോഗമനപരമായ കാഴ്ചപ്പാട് വനിതാ മന്ത്രി ഉൾപ്പെടെ സംഘടിപ്പിച്ച് അതിനൊപ്പം ചെയ്യുകയാണ്. അല്ല, അത് ഉടനെ തന്നെ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളും. നിയമവകുപ്പ് മന്ത്രി അതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉടനെ തന്നെ അതിലൊരു വിഷയം എടുത്ത് വരും. വിശ്വാസികളെ പരിഗണിക്കേണ്ടതില്ല. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് നിലപാട് സ്വീകരിച്ച് വരും. NPR-മായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർ കൂടി ആ വിഷയത്തിൽ കുറച്ച് ഗൗരവത്തിലെടുക്കുകയും സർക്കാരിന്റെ NPR ആണോ SIR ആണോ ഏതാ ചോദിച്ചു? ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങളൊക്കെ എത്തിക്കുന്നതിൽ തീർച്ചയായിട്ടും അതിൽ ശക്തമായ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾ പൊതുവെ മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങൾ, അതാണല്ലോ കേരളത്തിലെ മഹാഭൂരിപക്ഷവും. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതസാഹോദര്യം കാത്തു സംരക്ഷിക്കണം, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് കരുതുന്ന മതനിരപേക്ഷ മനസ്സുള്ളവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷവും. അവർ നേരത്തെ ചില കുപ്രചരണങ്ങളുടെ ഭാഗമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡൗൺ ടു എർത്ത് ഫീൽഡിൽ സമയമെടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. ഞങ്ങളുടെ നിലപാട് വേണ്ടത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല. നിങ്ങളുടെ ഒരു സഹായവും വേണ്ടത്ര കിട്ടിയില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സഹായം കിട്ടിയില്ല. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ പൊതുവെ വന്നു. അത് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി. അവർക്ക് ബോധ്യമുണ്ട്. അവർക്കൊക്കെ ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ വേണം. ഇന്ത്യയിൽ ഇന്ന് ഏക അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ്. ആ സർക്കാരിന് ഒരു പോറലേറ്റാൽ അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷതയ്ക്ക് ഏൽക്കുന്ന കനത്ത ആഘാതം പോലെ കേരളത്തിൽ ഏൽക്കും. വിശ്വസിക്കാൻ പറ്റിയ ഇടതുപക്ഷത്തെയാണ് എന്ന് ജനങ്ങൾ കരുതുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പല തെറ്റിദ്ധാരണയുടെ ഭാഗമായി പ്രയാസപ്പെട്ടവർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തവരുൾപ്പെടെ പരസ്യമായി ഇപ്പോൾ ആ നിലപാട് പറയുന്നുണ്ട്. അത് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞങ്ങൾ വോട്ടിന് വേണ്ടിയല്ല മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാട് കൈക്കൊള്ളുക. ഞങ്ങൾക്ക് പ്രഖ്യാപിത നിലപാടുണ്ട്. അതിൽ വെള്ളം ചേർത്തുന്നത് സമീപനം എടുത്താൽ ഇടതുപക്ഷം ഇല്ലാതാവും. ഇടതുപക്ഷത്തിന് പിന്നെ പ്രസക്തിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് സുവ്യക്തമാണ്. അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല.